പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈശോയുടെ നാമത്തിൽ ഉയർത്തിയ ദൈവപിതാവിന് നന്ദി. എൻ്റെ പേര് എഡ്വിന ജോണി. ഇതെൻ്റെ മമ്മി സോഫി ജോണി. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ പഠനമേഖലയിൽ മാതാവും ഈശോപ്പയും എന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തതിനെക്കുറിച്ചാണ്. ഞാൻ +2 ശേഷം ഹൈദരാബാദിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അവിടുത്തെ ഫുഡോ ഹോസ്റ്റലോ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് കാരണം എനിക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഗ്യാസ്ട്രൈറ്റീസും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. അങ്ങനെ എനിക്ക് പഠിക്കാനോ ക്ലാസ്സിൽ പോകാനോ ഒന്നും തന്നെ സാധിച്ചില്ല. ഞാൻ മിക്കപ്പോഴും ലീവ് എടുത്ത് റൂമിൽ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒട്ടും വൈകിൽ മാംസിനോടൊക്കെ പറഞ്ഞ് സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ വരുമായിരുന്നു. അത് കാരണം എനിക്ക് എക്സാമിന് കറക്റ്റായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും സാധിച്ചില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈമായി. അപ്പോഴാണെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ ഭയങ്കര പ്രോബ്ലംസ്, വയറുവേദന, വോമിറ്റിങ്, അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടായി. അങ്ങനെ എക്സാമിന് തലേദിവസമാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ IV ഇട്ട് കിടക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് ഒട്ടും തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി കിട്ടി. അതുവഴിയാണ് ഞാൻ മാതാവിലോട്ടും ഈശോപ്പിലോട്ടും കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ സൈക്കോളജി ആയിരുന്നു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എനിക്ക് ഇച്ചിരി ടാസ്ക് ആണെങ്കിലും ഞാൻ അത്യാവശ്യം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുവേണ്ടി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ മാതാവിന് വെച്ച നിയോഗം, മാതാവ് എന്നെ എങ്ങനെയെങ്കിലും ഈ സൈക്കോളജി എക്സാമിനൊന്ന് പാസ്സാക്കി എടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിലും അധികം മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ മാതാവിനോട് എനിക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം, ഗ്യാസ്ട്രൈറ്റീസ്, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതൊന്നും ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പരാതിയെല്ലാം എൻ്റെ മമ്മീനെ വിളിച്ചായിരുന്നു വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഫുൾ ടൈം കരച്ചിലും ഞാൻ ഇവിടുന്ന് നിർത്തുക, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് തന്നെ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ മമ്മി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ മമ്മി പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പം ഒരു മാസം ക്രിസ്മസ് വെക്കേഷന് ഒരു മാസം മുമ്പ് ഞാൻ സിക്ക് ലീവ് എടുത്ത് നാട്ടിൽ വന്നു. അങ്ങനെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മിയുടെ ഉടമ്പടിയിൽ ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് ബ്ലെസ് ചെയ്ത് സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ പോയി എനിക്കിങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് പതിയെ കുറയാൻ തുടങ്ങി. എനിക്ക് പഠിത്തത്തിലൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ഗ്യാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ തേർഡ് ഇയറിൽ ഫുൾ അറ്റൻഡൻസിൽ ആ തേർഡ് ഇയർ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഫോർത്ത് ഇയറിൽ എത്തി. എക്സാമിലൊക്കെ ആണെങ്കിലും മാതാവും ഈശോപ്പ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഫോർത്ത് ഇയർ ആയിരുന്നപ്പം എനിക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഫോർത്ത് ഇയർ ഒരു നവംബറൊക്കെ ആയപ്പം എൻ്റെ കൈക്ക് ശക്തമായൊരു വേദന ഉണ്ടായി. ആദ്യമൊന്നും ഞാൻ വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, സാധനങ്ങൾ പിടിക്കുമ്പോൾ ഭയങ്കര വേദനയായി. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. അപ്പോൾ അവർ ഒരു MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ കയ്യിലൊരു ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ സിസ്റ്റ് അല്ല, നമുക്ക് വീട്ടിൽ പോയി കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ തന്ന മരുന്നൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ എക്സാമൊക്കെ എടുക്കാറായപ്പം എനിക്ക് പിന്നെ ശക്തമായ വേദന, കൈവച്ച് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇങ്ങനെയാണെങ്കിൽ എക്സാം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും? അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഉടമ്പടിത്തൈലം ഞാൻ കയ്യിൽ പൂശിയില്ലായിരുന്നു. ഞാൻ നെറ്റിയിലായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞാൻ കയ്യിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം കയ്യിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പോലും മറന്നുപോയി എൻ്റെ കയ്യിലെ വേദനയുടെ കാര്യം. എനിക്ക് നന്നായിട്ട് എഴുതാനൊക്കെ സാധിച്ചു. പിന്നെ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എന്ന് പറയുമ്പം എനിക്ക് ആദ്യത്തെ 2 എക്സാമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. മൂന്നാമത്തെ എക്സാം BSc നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് 2 A പാർട്ടും B പാർട്ടുമാണ്. പക്ഷേ എക്സാമിന് മാർക്ക് വരുമ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ A പാർട്ട് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ കാശുരൂപമൊക്കെ പിടിച്ചാണ് അറ്റൻഡ് ചെയ്ത്. എഴുതി വന്നപ്പോൾ പേപ്പറിൻ്റെ കട്ടി കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ പേപ്പർ തീരാറായി. എനിക്ക് ബാക്കിയും കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടെൻഷൻ കാരണം അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ തന്നെ മുറുക്കി വിളിച്ച് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വന്നപ്പം ഞാൻ എഴുതിയത് മൊത്തം പൊട്ടത്തെറ്റായിപ്പോയി.
എന്നെ ചെയ്യേണ്ട എന്നെ എഴുതേണ്ട ഒന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല, ടെൻഷൻ കാരണം എല്ലാം മറന്നുപോയി. അതുപോലെ തന്നെ എനിക്ക് ബി പാർട്ടും ഈ ഫസ്റ്റ് എ പാർട്ട് മൊത്തം ലാസ്റ്റ് വന്നപ്പോൾ തെറ്റിപ്പോയതുകൊണ്ട് എനിക്ക് ബി പാർട്ട് ഒട്ടും തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ചു ശരിക്കും പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തൈലവും കൊണ്ടുപോയാണ് എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ എഴുതി തീർത്ത് ടൈം തീർന്നപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ ഇൻവിജിലേറ്ററിന് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈശോയുടെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ റിസൾട്ട് വരാറായപ്പം എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈശോപ്പ എൻ്റെ കൂടെയുണ്ട്, വചനമായ നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. പക്ഷേ ചെറിയ ടെൻഷനുണ്ട്, അത് ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു 4th ഇയറിന്. അതുപോലെ തന്നെ ഞാൻ അതിനേക്കാളും കൂടുതൽ ഞാൻ ആ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് ഞാൻ ആദ്യം മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ നോക്കിയത്. ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചത് 75-ൽ 38 പാസ് മാർക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒരു 38 മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ മാതാവ് വിചാരിച്ച് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് 75-ൽ മാതാവ് 50 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത വേലയെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ പഠിക്കുമ്പോൾ അവിടെ തെലുങ്കു സ്റ്റുഡൻസൊക്കെയാണ്. അപ്പം അവർക്കാണെങ്കിൽ ഞാൻ വചനം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ കാര്യവും ഈശോപ്പയുടെ കാര്യമൊക്കെ പറയുകയും നന്മ നിറഞ്ഞു പറയും ഈ സ്വർഗ്ഗസ്നാപിതാവൊക്കെ ഇംഗ്ലീഷിൽ അവർക്ക് എഴുതി കൊടുക്കുകയും ഈ കാശുരൂപം എന്താണെന്നൊക്കെ പറയുകയും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേർക്ക് തെലുങ്കൂസിന് ഞാൻ കൊന്ത കൊടുക്കുകയും മാതാവിൻ്റെ രൂപമൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ അവിടുത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഹൈദരാബാദിൽ ഒരു ഓർഫനേജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ പിള്ളേരെ കാണുകയും അവർക്കായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മച്ചിമാരൊക്കെ പോയി കാണുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുമ്പം എനിക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് പറയാം, ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടിക്ക് ശേഷം. ഉടമ്പടിക്ക് മുമ്പെന്ന് പറയുമ്പം ഞാൻ ഒരു നോർമൽ ലൈഫ്, ഞായറാഴ്ച കുർബാന, എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എന്ന് പറയുമ്പം എൻ്റെ റൂമിൽ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടി വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് മുടങ്ങാതെ പരിശുദ്ധ കുർബാന പങ്കുകൊള്ളുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 5:30 ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനനുബന്ധമായിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 4th ഇയർ ബാച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയല്ല ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് നന്നായിട്ട് വചനം ചെല്ലാനും വചനം പഠിക്കാനുമുള്ള ഒരു കൃപയാഭിഷേകം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടി. ഇത്രയൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മോള് പറഞ്ഞ പോലെ അവളിത് ഈ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ച് പോരാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ കോഴ്സ് പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്ക് ഈ ഉടമ്പടി വഴി ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ദൈവമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഉണ്ടായി. കാരണം ഞാനിപ്പോൾ ഇപ്പം എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും വചനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വിഷമിക്കുന്നത് അതിന് ദൈവം എനിക്ക് ഉടനെ ഉത്തരം നൽകും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുമായിരുന്നു. ഇപ്പം അതും എനിക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, ഞാൻ എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ ബുദ്ധിമുട്ടോ ചെയ്യുവാണെങ്കിൽ അച്ഛൻ തരുന്നത് ചിലപ്പോൾ എൻ്റെ വിഷയം റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കാണുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസൊക്കെ ഇടും. ഇത്രയൊക്കെ അനുഗ്രഹം എനിക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. യോന പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. എഡ്വീന എന്ന മകൾ
എഡ്വിനയുടെ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ ഈശോയോട് ഉടമ്പടി ചെയ്ത എല്ലാ മക്കൾക്കും വളരെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ചാൽ ഉടമ്പടി എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. തൻ്റെ പരീക്ഷാ കാലഘട്ടത്തിൽ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷാ സമയത്തുണ്ടായ വളരെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഈശോയോട് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മോൾ പ്രത്യേകമായി ഏറ്റുപറയുകയായിരുന്നു. മകൾക്ക് ഒരു വലിയ മാർക്ക് ലഭിച്ചത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണെന്ന് മകൾ ഏറ്റുപറയുകയാണ്. വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് വചനം വായിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ ആഴപ്പെടുത്തി ജീവിച്ചപ്പോൾ തൻ്റെ പരീക്ഷയ്ക്ക് എന്തെഴുതണം എന്ന് ഈശോ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ മകളെ പറഞ്ഞ് പഠിപ്പിച്ച് പരീക്ഷ എഴുതി. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിന് മകൾ ഈശോയോട് ചോദിച്ചത് എനിക്ക് അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് 38 മാർക്ക് മതി എന്നാണ്. പക്ഷേ ഔട്ട് ഓഫ് 75 മകൾക്ക് 50 മാർക്ക് കിട്ടി. നല്ലൊരു മാർക്കോടുകൂടി മകൾക്ക് പാസ്സാവാൻ സാധിച്ചു. അതിന് ഈ മകൾക്ക് വളരെയധികം ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തിയുണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ 4th ഇയർ ബാച്ചിലെ 43 പേരും കൂടിയാണ് ഇവിടെ അഖണ്ഡ ജപമാല നടക്കാനിരുന്നതിന് മുൻകൂടിയായി ഒക്ടോബർ 1 അവർ അഖണ്ഡ ജപമാല കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നേറ്റ് പറയുന്നു. അതുപോലെ ഏതെല്ലാം സമയങ്ങളിൽ അവർക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനുണ്ടോ, ഈശോയെ ഏറ്റുപറയാനുള്ള സാഹചര്യങ്ങളിലെല്ലാം ഹോസ്പിറ്റലുകളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം അവർ മടികൂടാതെ ഈ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഏറ്റുപറഞ്ഞ് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ആസ്തി അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഈ മകൾക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന IBS അസുഖം വന്നപ്പോൾ ഇവിടെ നിന്നുണ്ടായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യമുണ്ടാകി എന്നും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അസ്വസ്ഥതയിലൂടെ, അസുഖത്തിലൂടെയെല്ലാം സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി എന്ന് ഈശോ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതിനേക്കാളെല്ലാം അപ്പുറം ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഈ മകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ബേസ് ഉടമ്പടിയിലൂടെയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് വളരെ ശക്തമായി ഏറ്റുപറയാൻ, ഈശോ എന്നിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഏറ്റുപറയാനുള്ള ഒരു കരുത്തും ചങ്കൂറ്റവും ഇന്ന് ഈ മകൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചിരിക്കുകയാണ്. എഡ്വിനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല അമ്മമാരും വന്ന് പറയാറുള്ളത് എൻ്റെ മക്കൾക്ക് BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ സമയമില്ല. പക്ഷേ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് സമയമുള്ളത് എന്ന് അവർ തന്നെ പറയുകയാണ്. നമ്മുടെ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അത്യാഗ്രഹമാണോ എന്നെല്ലാം തിരിച്ചറിയാനുള്ളത് ഉടമ്പടി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.